അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. UDF ഭരണത്തിനെതിരെ LDF പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ജനമുന്നേറ്റ യാത്രയ്ക്ക് സമാപനം. തെരഞ്ഞെടുപ്പ് വഞ്ചന ആരോപിച്ച് ഡോക്ടർ പി സരീൻ. UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ LDF പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനമുന്നേറ്റ ജാഥയ്ക്ക് സമാപനമായി. ഒക്ടോബർ 2-3 തീയതികളിലായി നടന്ന ജാഥയുടെ സമാപന സമ്മേളനം പഴയന്നൂർ സെൻട്രൽ വെച്ച് ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം KP ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നടത്തിയ വോട്ട് തന്ത്രത്തെ ഡോക്ടർ പി സരീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വിമർശിച്ചു. പറ്റുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം കേരളത്തിലും അതിന്റെ പ്രാദേശിക സ്വഭാവത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നടക്കുന്ന സമയങ്ങളിലുമൊക്കെ പലപ്പോഴായി നിലനിച്ച് കാണാറുണ്ട്. അതിനൊരു മാറ്റം കൊണ്ടുവന്നത് പോലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2ാം വട്ടവും ഒരു സർക്കാർ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തന്നെ അതിനെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിന്റെ ഒരു സാഹചര്യം മുന്നിലേക്ക് വരുമ്പോഴാണ്. മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാകണമെന്നും ആ തുടർച്ച നിലനിർത്തി പോരുമ്പോൾ മാത്രമാണ് ഒരു നാട് വികസനത്തിന്റെ വഴിയിലേക്ക് പയ്യെ പയ്യെ നടന്നെടുക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവ് തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയൻ സർക്കാരിനെ തന്നെ ഈ ജനങ്ങൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കാൻ കാരണമായത്. ഞാൻ പറഞ്ഞു വന്നത് 2020 തൊട്ട് മുന്നേ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളിൽ ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത നമ്മൾക്കെതിരെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസക്കുറവിന്റെ, നമ്മളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നതിന്റെ വർഗീയമായിട്ടുള്ള ചിത്രീകരണം വരെ നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ആ സാധ്യതകളും സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു പക്ഷേ CPM-നെ LDF-നെ മുട്ടുകുത്തിക്കുന്നതിന് വേണ്ടി ഏതുതരം നീക്കുപോക്കുകൾക്കും തയ്യാറായി നിന്നിരുന്ന അന്നത്തെ UDF-ന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി പഴയന്നൂർ വാർഡിലേക്കുള്ള ഒരു വോട്ട് കോൺഗ്രസിന് ചെയ്യൂ, എന്നാൽ ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള വോട്ടുകൾ LDF-ന് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള കോൺഗ്രസ് പാളയത്തിലെ വോട്ടുപിടുത്തം വഴി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. അത്തരമൊരു തന്ത്രം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാലത്തും പഴയന്നൂരിൽ കോൺഗ്രസിന് LDF-നെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശോഭന രാജൻ ക്യാപ്റ്റനും CPI നേതാവ് KS സുകുമാരൻ വൈസ് ക്യാപ്റ്റനും KC ജോർജ് മാനേജറുമായാണ് ജനമുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, DYFI ബ്ലോക്ക് സെക്രട്ടറി N അമൽരാജ്, മറ്റ് CPM നേതാക്കളായ KM അസീസ്, N ബാബു തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.